സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും സന്ധ്യാവന്ദനങ്ങളെ ലിവിംഗ് വാട്ടർ ചർച്ച് ഓഫ് ഗോഡിന്റെ പേരിൽ ഈ സമയത്ത് അറിയിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇപ്രകാരം ഒരു അവസരമൊരുക്കിയ പ്രാർത്ഥനാധ്വനി ഗ്രൂപ്പിനോടും അതിനെ മറ്റുള്ള പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടും ഈ സമയത്ത് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കർത്താവ് ധാരാളമായി വരും ദിനങ്ങളിൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ അറിയിക്കുന്ന സുവിശേഷത്തിന് വേണ്ടി പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രയത്നിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങൾ അല്പസമയം നമുക്ക് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മോട് ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും ഒരു നിമിഷം കർത്താവിന് നന്ദി അറിയിപ്പിക്കാം. ഇപ്രകാരം ദൈവസന്നിധിയിൽ നമുക്കായിരിക്കുവാനും ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധി നമുക്ക് ഒന്നിച്ച് കടന്നു വരുവാനും കർത്താവ് നമ്മെ ഒരുക്കിയ കൃപകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതെ, നമ്മൾ ഭാഗ്യം ലഭിച്ചവരാണ്. ഈ സത്യദൈവത്തെ കണ്ടുമുട്ടുവാനും അവൻ്റെ കൃപയിൽ നമുക്ക് നിൽക്കുവാനും എല്ലാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ആ വലിയ ദയയോർത്ത് നമുക്കൊന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മൾ അർപ്പിക്കുന്ന സ്തോത്രയാഗങ്ങൾ, സ്തുതികളെല്ലാം, പുകഴ്ചകളെല്ലാം നമ്മുടെ ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ വേണ്ടി അതിനെല്ലാം യോഗ്യനായ ഒരുവനെയാണ് നാം ആരാധിക്കുന്നത്. ജീസസ്, ഹല്ലേലൂയ. നമ്മുടെ ആരാധനയ്ക്ക് യോഗ്യനായവനെ നമുക്കൊന്നിച്ച് പാടി മഹത്വപ്പെടുത്താം. ആരാധന അങ്ങേക്ക്, 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 ആരാധന അങ്ങേക്ക്. എന്റെ പാറയാകുമേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകുമേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നും എന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നും എന്നും സ്തുതി നിനക്ക്. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എൻ്റെ ബലഹീന നേരങ്ങളിൽ എൻ്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എൻ്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. യേശുനാഥ നീ എൻ ബലമായതാൽ
ഒട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമായതായി ഞാൻ ഒട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങെ സ്തുതിച്ചു പാടിടുമേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങെ സ്തുതിച്ചു പാടിടുമേ. നാദാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. നാദാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. എന്റെ പാറയാകുമേശുനാഥ എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകുമേശുനാഥ എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനെ എന്നുമെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനെ എന്നുമെന്നും സ്തുതി നിനക്ക്. ചേർന്ന ആരാധന, ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഓ ജീസസ് ഹല്ലേലൂയ. നമ്മുടെ ബലഹീന നേരങ്ങളിലും അവന്റെ കൃപ നമ്മിൽ പകർന്നു തന്ന് കർത്താവ് നമ്മുടെ ബലമായി, നമ്മുടെ സങ്കേതമായി, നമ്മുടെ പരിചയമായി അവൻ നിർത്തുന്ന കൃപ എത്ര വലിയതാ പ്രിയപ്പെട്ടവരെ. ബലഹീന നേരങ്ങളിലും അവൻ കൃപ നമ്മിൽ പകർന്നു നൽകി നമ്മെ നടത്തുന്ന വിഴുതകൾ എത്ര വലിയതാ. നമ്മെ നയിക്കുന്നത് ആത്മാവിനാൽ,
അല്ലെ നമ്മെ നിയന്ത്രിക്കുന്നത് ഹല്ലേലൂയ അങ്ങ് അവിടുന്ന് ആത്മാവിനാലാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലഹീന നേരങ്ങളിലും നാം തളർന്നു പോകാതെ വണ്ണം നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ കരം നമ്മുടെ പിൻപിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ ശക്തീകരിക്കുന്ന ആത്മാവിന്റെ ശക്തി, നമ്മിൽ പരിവർത്തിക്കുന്ന ആത്മാവിന്റെ ബലം നമ്മിൽ ഉണ്ടെങ്കിൽ നമ്മൾ ജയിച്ചവരായി, ജയം പ്രാപിച്ചവരായി നമുക്ക് ജീവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ ലേഖനത്തിൽ പ്രകാരം പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. അതേ, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നാം ലോകത്തെ ജയിച്ചതാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു എന്നാണ് വചനത്തിൽ പറയുന്നത്. അതെ, നാം ലോകത്തെ ജയിച്ചവരാണ്. നമ്മൾ ലോകം നമ്മിൽ ജയിക്കാതെ വണ്ണം നാം ലോകത്തെ ജയിക്കുന്നെങ്കിൽ ആത്മാവിന്റെ ശക്തിയാൽ, അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് അനുദിനം നമുക്ക് ജീവിക്കുവാനുള്ള കൃപ ഉയരത്തിൽ നിന്ന് നമുക്ക് കർത്താവ് നൽകും. അതുകൊണ്ട് ജയം പ്രാപിച്ചവരായി, ദൈവത്തിൽ നിന്ന് ജനിച്ച നമ്മൾ ജയം പ്രാപിച്ചവരായി ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസമാണ്. നാം പ്രാപിച്ച വിശ്വാസം നാം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ, അതേ, ആത്മാവിന്റെ ശക്തി നമ്മൾ മേലുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് നീങ്ങുവാനുള്ള ബലം, കൃപ അതിൽ നിന്ന് നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. നമ്മളെ ഹല്ലേലൂയ നമ്മുടെ ക്ഷീണാവസ്ഥകളിലും നമ്മുടെ രോഗാവസ്ഥകളിലുമെല്ലാം നമുക്ക് ആശ്രയമായിരിക്കുന്ന ആ ദൈവത്തിന്റെ കൃപ, ആത്മാവിന്റെ ശക്തി നമ്മൾ പ്രാപിക്കുന്നുവെങ്കിൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ധാരണം ചെയ്യുവാൻ നമ്മെ ബലപ്പെടുത്തുന്ന അത്യന്ത ശക്തി നമ്മുടെ മേലൊന്ന് പകരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. ആത്യന്ത ശക്തി നമ്മൾ പ്രാപിച്ച് അതിന്റെ നിറവിൽ നിന്ന്, ആത്മാവിൽ നിന്ന് നമ്മൾ ഒന്നിച്ച് ആരാധിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതം ഒരു ജയ ജീവിതമായി നയിക്കപ്പെടണമെങ്കിൽ നമുക്ക് താഴ്ന്ന ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. ആത്മാവിന്റെ ശക്തി നമ്മളെ മേൽ വ്യാപരിക്കണമെങ്കിൽ നമ്മളൊന്ന് താഴ്ന്ന് സമർപ്പിച്ചു കൊടുക്കണം ദൈവസന്നിധിയിൽ. നമ്മൾ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കണം ദൈവസന്നിധിയിൽ. കർത്താവേ, ആത്മാവിന്റെ ശക്തി എന്നിലൊന്ന് നിറയുവാൻ, അതേ, ആ ശക്തി ഒന്ന് എന്നിൽ നിന്ന് പുതുകി വരത്തക്കവണ്ണം കർത്താവേ, എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. നീ അല്ലാതെ വേറെ ആരാശ്രയമില്ല. എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമൻ വൈദൻ, മറ്റാരെയും ഞാൻ കാണുന്നില്ലൻ രോഗശാന്തിക്കായി. നിൻ മാർവിടം എന്നാശ്രയം, എന്നേശു കർത്താവേ, എൻ രക്ഷകൻ ദൈവമേ, നീ അല്ലാതില്ലാരും, എന്നേശു മാത്രം മതിയെനിക്ക് നേരത്തും, എന്നേശു മാത്രം മതിയെനിക്ക് നേര. സമർപ്പണത്തോടെ ഒരിക്കൽ കൂടെ, എന്നേശു മാത്രം മതിയെനിക്ക് നേരത്തും. ആ യേശു മാത്രം മതി എന്നുള്ള ഉറപ്പോടെ എൻ്റെ ക്ഷീണാവസ്ഥകളിലും എൻ്റെ രോഗാവസ്ഥകളിലും എന്നിൽ ബലം പകരുന്ന, അതേ, ഞാൻ ബലഹീനനായിരിക്കുന്ന സമയങ്ങളിലും എന്നിൽ ബലം പകരുന്ന ആ ദൈവസ്നേഹം, ആ യേശു മാത്രം മതി എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. കർത്താവേ, പ്രിയപ്പെട്ടവരെ,
ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവേ അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അങ്ങയുടെ കൃപയാൽ നിറയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങയോട് കർത്താവെ അപേക്ഷിക്കുന്നു. കർത്താവേ, അതേ ബലം പ്രാപിച്ചവരായി ക്രിസ്തുവിൽ നിലകൊള്ളുന്നവരായി തീരുവാൻ വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. തുടർന്നുള്ള സമയം തിരുവചനത്തിൽ നിന്ന് നമുക്ക് ശ്രവിക്കാം. തുടർന്ന് പാസ്റ്റർ ജോസ് ബേബി മുന്നോട്ട് കടന്നു വന്ന് തിരുവചനത്തിൽ നിന്ന് അല്പസമയം ഷെയർ ചെയ്യുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ സന്ധ്യയെങ്കിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനാധ്വനി എന്ന ഈ കൂട്ടായ്മയിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം പറയുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനാധ്വനി എന്ന ഈ കൂട്ടായ്മ ലോകരാജ്യങ്ങൾക്കൊരു അനുഗ്രഹമായി ദൈവമേ കാലഘട്ടത്തിൽ നിലനിർത്തിയിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന, ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുന്ന പ്രിയ ബെൻസൺ പാസ്റ്റർ, അതുപോലെ പിന്നിൽ അധ്വാനിക്കുന്ന മറ്റനേക ദൈവദാസന്മാരെല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അധികമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാധ്വനി കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കിയത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷ ഈ മാസത്തെ പ്രാർത്ഥനാധ്വനിയുടെ തീമെന്ന് പറയുന്നത് ലെഡ് ബൈ ദ സ്പിരിറ്റ്, ആത്മാവിൽ നയിക്കപ്പെടുക എന്നുള്ള ഒരു തീമിലൂടെയാണ് ഈ മാസം നമ്മൾ നിരവധി മെസ്സേജുകൾ കേൾക്കുവാനിടയായി തീർന്നു. അനുഗ്രഹീത മെസ്സേജുകൾ നാം കേട്ടു. ഇന്ന് രാത്രിയിലും ചില നിമിഷങ്ങൾ നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ സംസാരിപ്പാൻ ഇടയാകേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ഗൗരവത്തോടെ ദൈവജനത്തിൻ്റെ മുന്നിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ലെഡ് ബൈ ദ സ്പിരിറ്റ്, ആത്മാവിൽ നയിക്കപ്പെടുക എന്നുള്ള തീമിനെ ആസ്പദമാക്കി നാം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു തന്നെ നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. ആത്മസ്വരൂപിയായ ദൈവം തൃത്വത്തിൽ ഏകത്വവും ആളത്വത്തിൽ തൃത്വവുമാകുന്നുവെന്ന് നമുക്കറിയാം. ദൈവം ആത്മാവാകുന്നു, കർത്താവ് ആത്മാവാകുന്നു, പരിശുദ്ധ ആത്മാവും ആത്മാവാകുന്നു. പരിശുദ്ധാത്മാവ് തിരുവചന വീക്ഷണത്തിൽ പഠിച്ചാൽ വ്യക്തമായ ഉപദേശ രൂപം നമുക്ക് ലഭിക്കുന്നതാണ്. പഴയ നിയമത്തിലും വളരെ മനോഹരമായി പരിശുദ്ധാത്മാവിനെ വരച്ച് കാണിച്ചിട്ടുണ്ട്. സമാന്തര സുവിശേഷമല്ല സിനോപ്റ്റിക് ഗോസ്പലിനകത്തും പരിശുദ്ധാത്മാവിനെ കുറിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാന്റെ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തികൾ തുടങ്ങി പൗലോസിന്റെ ലേഖനങ്ങളിൽ, പൊതുലേഖനങ്ങളിൽ, വെളിപ്പാട് പുസ്തകത്തിൽ ഉൾപ്പെടെ പരിശുദ്ധാത്മാവിനെ വളരെ മനോഹരമായി അവൻ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ചുമതലകൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ചുമതല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് നാം ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വരെ തൻ്റെ ശരീരമാകുന്ന സഭയെ നിയന്ത്രിച്ച് നടത്തുന്ന ചുമതല പരിശുദ്ധാത്മാവിനുള്ളതാണ്. സ്വർഗത്തിലിരിക്കുന്ന ക്രിസ്തു എല്ലാറ്റിനും തല എന്ന പദവി അലങ്കരിക്കുമ്പോൾ പരിശുദ്ധയാത്മാവ് ഭൂമിയിൽ ഇറങ്ങി വന്ന സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തെ അതിൻ്റെ പണിയിൽ ശീഘ്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. പരിപൂർണതയുടെ വേലയാണ് പരിശുദ്ധാത്മാവിനുള്ളത്. ആത്മനടത്തിപ്പിനകത്ത് ആഴമായ ഉറപ്പാണ് അന്ന് സഭയ്ക്കുണ്ടായിരുന്നത് എന്ന് നമുക്കറിയുമ്പോൾ ഈ തലമുറയിലും പരിശുദ്ധാത്മാവിൽ അതിൻ്റെ നടത്തിപ്പ് ആഴമായ ഉറപ്പ് നമുക്ക് തരുമ്പോൾ നമ്മൾ അതിൽ നിലനിന്ന് പോകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആത്മാവിൻ്റെ നിയന്ത്രണമില്ലാത്ത ഒരിടത്തും ആത്മാവിലുള്ള വിശ്വാസം നിലനിൽക്കുകയില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആത്മനടത്തിപ്പ് എവിടെയെല്ലാം എങ്ങനെയെല്ലാം ഒരറിവ് മാത്രമല്ല,
അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി മാറുവാൻ ഇടയാകണം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച പല ഭാഗങ്ങൾ നമുക്കറിയാൻ സാധിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് സഭാകാലത്ത് അപ്പോസ്തല പ്രവൃത്തിയിൽ സഭ പിറന്നു വീണ കാലം മുതൽ നമ്മൾ നോക്കുമ്പോൾ ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ ആദിമ സഭയുടെ മിഷണറി പ്രവർത്തനങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അനുമതിയും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണവും അവരുടെ ശുശ്രൂഷയിൽ ഉടനീളം ഉണ്ടായിരുന്നു. ഈവൻ പ്രസംഗ ശുശ്രൂഷയിൽ പോലും ആത്മനിയന്ത്രണം അവരുടെ മേൽ ഉണ്ടായിരുന്നു. പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് തൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ട് വരാനിടയായി തീർന്നു. ഗാന ശുശ്രൂഷയ്ക്കകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നു. സാക്ഷീകരണത്തിൻ്റെ കാര്യത്തിലും പരിശുദ്ധാത്മാ നിയന്ത്രണത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട് കാര്യങ്ങളെ ക്രമീകരിച്ചു. എന്നാൽ പരമപ്രദമായി ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവവൈതലായി കഴിയുമ്പോൾ, യേശുവിനെ വിശ്വാസത്താൽ ഏറ്റെടുത്ത് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ നിമിഷം മുതൽ ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം നമ്മളിൽ അനുഭവിപ്പാനിടയായി തീരണം. ഹല്ലേലൂയ. എന്നാൽ ലെഡ് ബൈ ദ സ്പിരിറ്റ്, ആത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗം പൗലോസ് അപ്പോസ്തലൻ, ധന്യനായ പൗലോസ് ലീഗ രണ്ട് ഭാഗങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗലാത്യ ലേഖനത്തിനകത്ത് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ ന്യായപ്രമാണത്തിന് കീഴിൽ ഉള്ളവരല്ല. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ്, ധന്യനായ പൗലോസ്, റോമാലേഖനത്തിൻ്റെ പ്രതിവാദ്യ വിഷയം നമുക്കറിയാം. റോമാലേഖനത്തിൻ്റെ പ്രതിവാദ്യ വിഷയം സ്തോത്രം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക, വിശ്വാസത്താൽ വിശദീകരിക്കപ്പെടുക, തേജസ്കരിക്കപ്പെടുക എന്ന പ്രതിപാദ്യ വിഷയമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ 4 സുവിശേഷങ്ങൾക്കകത്ത് യേശു കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെയും പരസ്യശുശ്രൂഷ, മരണമുയർപ്പ് എല്ലാം വിവരിച്ചിരിക്കുമ്പോൾ റോമാലേഖനത്തിനകത്ത് യേശു കർത്താവിൻ്റെ ശരീരയാഗത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ചും അവനിലൂടെ വിശ്വാസത്തിലേക്ക് വരുന്നവരുടെ ആത്മീയ നിലവാരത്തിൽ എന്തൊക്കെ പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റിയിൽ വേണമെന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പൗലോസ് ലീഗയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് താൻ എഴുതിയ ലേഖനങ്ങൾക്കകത്തെല്ലാം ആദ്യം എല്ലാം തിയറിയായിട്ട് പറയുമ്പോൾ, അല്ലെ തിയോളജി പറഞ്ഞു വരുമ്പോഴും രണ്ടാം ഭാഗം വരുമ്പോൾ പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റിയിലേക്കാണ് അതിനെ കൊണ്ടെത്തിക്കുന്നത്. സ്തോത്രം. ഒന്ന്, റോമാലേഖനത്തിനകത്ത് 5-ാം സുവിശേഷം അറിയുന്ന റോമാലേഖനത്തിനകത്ത് അത്ര പ്രൗഢഗംഭീരമായി ഈ ഒരു വാക്യം പറഞ്ഞിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം നമ്മൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. സ്തോത്രം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ വരുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം, ആത്മാവിനാൽ നയിക്കപ്പെടണം, അതുപോലെ ആത്മാവിൽ ജീവിക്കണം, ആത്മാവിൽ സ്റ്റെപ്പ് ചെയ്ത് മുന്നോട്ട് നടത്തപ്പെടണം എന്ന് പറയുന്ന ചില വാക്യങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരാതിരിക്കണമെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായി തീരണമെങ്കിൽ ആത്മാവിൽ ഒരു നിയന്ത്രണമുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നയിക്കപ്പെടുക എന്ന വാക്കിന് ഒറ്റ അർത്ഥം മാത്രമല്ല, നേതൃത്വം വഹിക്കുക എന്നുള്ളത്. ആത്മാവിൽ നയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ, മലയാളത്തിൽ നയിക്കപ്പെടുക എന്ന് ഇംഗ്ലീഷിൽ ലെഡ് ബൈ ദ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നേതൃത്വം വഹിക്കുക എന്നുള്ളത്. അതിന് പ്രാരംഭത്തിൽ ഞാൻ ഇങ്ങനെ പറയും: ഇഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഇൻ ചാർജ്, ഇൻക്രെഡിബിൾ തിങ്സ് വിൽ ഹാപ്പൻ. പരിശുദ്ധാത്മാവാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവിലാണ് നാം നയിക്കപ്പെടുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവാണ് നമ്മൾ അധീനരായി തീരുന്നത് ഈ പരിശുദ്ധാത്മാവിലാണെങ്കിൽ, നമ്മളെ നയിക്കുന്നിടത്തോളം പോകുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വൻ പ്രവൃത്തികളെ ചെയ്ത് നമ്മളെ നടത്തുവാൻ സ്വർഗം ശക്തനാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഹല്ലേലൂയ. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 8-ാം വാക്യം 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് സ്തോത്രം, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവം ഉള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവൻ ഉള്ളവനല്ല. ഹല്ലേലൂയ. അപ്പോൾ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പം ജഡത്താലുള്ള നിയന്ത്രണത്തെ മാറ്റിയിട്ട് ആത്മാവിലുള്ള നിയന്ത്രണത്തിലേക്ക് നാം വരുമ്പോൾ
പറയുമ്പോൾ ആത്മാവാണ് നമ്മളെ നയിക്കുന്നത്. ആ ആത്മാവ് നമ്മളെ നയിക്കുന്നിടത്തോളം കാലം സ്തോത്രം പരിശുദ്ധാത്മാവിൻ്റെ അധീനതയിൽ നാം സഞ്ചരിച്ചു പോകുമ്പോൾ പോകുന്ന ഇടത്തെല്ലാം ദൈവത്തിൽ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു നല്ല ധന്യമേറിയ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരും. ഹല്ലേലൂയ. സ്തോത്രം ജഡസ്വഭാവം they cannot please him. കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ജഡത്തെ അനുസരിക്കുന്നത് നല്ലതല്ല, ആത്മാവിനെ അനുസരിക്കുന്നത് അത്രയും നല്ലത്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് ഈ രണ്ട് വാക്യങ്ങൾ പറയുമ്പോൾ ആദ്യത്തെ വാക്യത്തിൽ പറഞ്ഞത് സ്തോത്രം നമ്മൾ വായിച്ചത് ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കൾ. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് നമുക്കൊരു വലിയ പദവി നമുക്ക് തന്നിട്ടുണ്ട്. ആ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവി നാം നിലനിർത്തണമെങ്കിൽ സ്തോത്രം മനുഷ്യനെ അല്ല നാം അനുസരിക്കേണ്ടത്, നാം ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഈ സഭായുഗത്തിനകത്ത് നാം സഞ്ചരിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരണമെങ്കിൽ നമ്മുടെ പൂർണ്ണ നിയന്ത്രണം പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലായിരിക്കണം. ജഡവും ആത്മാവും തമ്മിൽ എപ്പോഴും ഒരു ഫൈറ്റിംഗ് ഉണ്ട്, നമുക്കറിയാം. സ്തോത്രം ജഡത്തില് നമുക്ക് പലതും ആഗ്രഹിക്കാൻ കഴിയും, പക്ഷേ ആത്മാവ് ജഡത്തെ എന്ത് ചെയ്യണം? ആത്മാവ് ജഡത്തെ സപ്രസ് ചെയ്തിട്ട് ആത്മാവ് പറയുന്നത് പോലെ വേണം നമ്മൾ സഞ്ചരിക്കുവാൻ. അങ്ങനെ സഞ്ചരിക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണമാണെങ്കിൽ ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും. അപ്പോൾ ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും നമുക്ക് തരുമ്പോൾ ജഡത്തിന്റെ ചിന്ത നമ്മളെ മരണത്തിൽ കൊണ്ടെത്തിക്കും. അപ്പോൾ അതുകൊണ്ട് ആത്മാവിനുള്ള ചിന്തിക്കുന്നവരായി ജഡത്തിനെ ഒരുക്കിക്കൊടുക്കാതെ, ജഡത്തിന് പലതിനും അവസരമുണ്ടാക്കാതെ, ആത്മാവിന് അതിന് മീതെ കവിയുന്ന ആത്മസാന്നിധ്യത്തിൽ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കണം നാം നടക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണെന്ന് വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണെങ്കിൽ സ്തോത്രം ആത്മാവിന്റെ ചിന്ത നമുക്ക് ജീവനും സമാധാനവും തരുന്നതാ. ഹല്ലേലൂയ. അപ്പോൾ ജഡത്തിന്റെ ചിന്ത നമ്മൾ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് കീഴ്പ്പെടുന്നതല്ല. ആത്മനിയന്ത്രണത്തിൽ പോകുന്നവന് മാത്രമേ ദൈവത്തിന് കീഴ്പ്പെടാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുക, അവിടെയും പറയുന്നത് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ആമേൻ. സ്തോത്രം. ഗലാത്യ സഭയ്ക്ക് ഒരു മാറ്റം വേണം. അപ്പൊ ഗലാത്യ സഭ വന്നതുപോലല്ല ഇപ്പോൾ ആയിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ തന്നെ ചിന്തിക്കാറുണ്ട്. പിതാക്കന്മാരുടെ കാലത്തൊക്കെ ഇറങ്ങിയപ്പോൾ സകലതും ആത്മനിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. എന്നാൽ കാലഘട്ടം കഴിയുമ്പോൾ സ്തോത്രം നമുക്ക് ജഡവും ആത്മാവും ഒരുപോലെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ ആത്മീയ ഗോളം കടന്നു വരികയാണ്. എന്നാൽ പൗലോസിന്റെ വലിയ ഉള്ളിലെ ആഗ്രഹം ഗലാത്യ സഭയ്ക്ക് പഴയ ആത്മീയ മണ്ഡലത്തിലേക്ക് അവർ മടങ്ങി വരണം. അത് സ്തോത്രം. അപ്പോൾ മടങ്ങി വരണമെന്നുള്ളതിന് പൗലോസ് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, സ്തോത്രം, ലെഡ് ബൈ ദ സ്പിരിറ്റ് ആൻഡ് ലീവ് ബൈ ദ സ്പിരിറ്റ്. ആത്മാവിനാൽ നയിക്കപ്പെടണം, ആത്മാവിൽ ജീവിക്കണം. ഓൾസോ വോക്ക് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ നടക്കണം. സ്തോത്രം. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവനും ആത്മാവിൽ നടക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതാണ് ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും വേണ്ടതായ വിജയ രഹസ്യം എന്ന് പറയുന്നത്. സ്തോത്രം. ആത്മാവിൽ നടക്കുക, ആത്മാവിൽ ജീവിതം മുഴുവനും നയിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അവന്റെ ഉള്ളിൽ ഇൻഡെല്ലിംഗ് ആയിട്ട് വരുന്ന പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിലുണ്ട്. മാർഗദർശനത്തിനായി, ദൈനംദിന ജീവിതം നടത്തിപ്പിനായി പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുക. സ്തോത്രം. അതുകൊണ്ടാണ് ഈ തലമുറയിൽ നമുക്ക് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ മാർഗദർശനത്തിനായി നമ്മെ പരിശുദ്ധാത്മാവ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ഓരോ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ നയിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാകണം. ഹല്ലേലൂയ. ഇങ്ങനെ ഞാൻ ഇതിനെ പറയും, ലേൺ ഓൺ ഹിം ആൻഡ് ലേൺ ഫ്രം ഹിം. അവനെ കുറിച്ച് പഠിക്കുക, അവനിൽ നിന്ന് പഠിക്കുക. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് അറിവുള്ളവരാകണം. പരിശുദ്ധാത്മാവിൽ നിന്ന് നാം പഠിക്കേണ്ടവരായി മാറണം. ഹല്ലേലൂയ. അവനെ അങ്ങനെ പോകുമ്പോഴേ അവൻ നമ്മളെ ഗൈഡ് ചെയ്യത്തുള്ളൂ. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ള ഉപദേശം നമ്മളിൽ വെളിപ്പെടത്തുള്ളൂ. ജഡമോഹം ആത്മാവിനെതിരാണ്. ജഡമോഹം ജയിക്കുന്നത് എപ്പോഴാണ്? ജഡമോഹം ജയിക്കുന്നത് ആത്മാവിനെ അനുസരിച്ച്
നടക്കാതിരിക്കുമ്പോഴാണ് ജഡമോഹം ജയിക്കുന്നത്. എന്നാൽ ജഡമോഹം ജയിക്കാതിരിക്കണമെങ്കിൽ ആത്മാവിനാൽ നയിക്കപ്പെടണം, ആത്മനിയന്ത്രണം ഉണ്ടാകണം. ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ഗൈഡ് എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം മറ്റാരുമല്ല, ആമേൻ പരിശുദ്ധാത്മാവ് ഏറ്റവും നല്ല ഗൈഡ്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തരുമ്പോൾ, കാര്യസ്ഥനെ നമുക്ക് തരുമ്പോൾ നമ്മളോട് പറഞ്ഞു സകല സത്യത്തിലും അവൻ നിങ്ങളെ വഴി നടത്തും. ഹല്ലേലൂയ. അത് മാത്രമല്ല പറഞ്ഞത്, അവൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തും. എന്താണ് പാപം, ആമേൻ എന്താണ് ആമേൻ നീതി, ആമേൻ എന്താണ് ആമേൻ ന്യായവിധി എന്നതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ പരിശുദ്ധ ആത്മാവ് അത്രേ. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ നമുക്കിടയായി തരണം. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ആമേൻ സ്തോത്രം സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാ പറയുന്നത്. ആമേൻ സ്തോത്രം സങ്കീർത്തനം 32:8 നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി ആമേൻ നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ നിന്നെ ഉപദേശിച്ച് നിനക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. മറ്റാരുമല്ല പറഞ്ഞത്, ആമേൻ ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്യും, ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത്, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കോവർ കഴുതയെ പോലെ ആകരുത്, ആമേൻ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ ആകരുത് എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം നമ്മളെ ഉപദേശിച്ച് തരുന്ന, നമ്മളെ വഴി നടത്തുന്ന ആമേൻ ദൈവസന്നിധിയിൽ നമ്മളെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. മറ്റൊരു ഭാഗം ഇങ്ങനെയാ വായിക്കുന്നത്, 143 സങ്കീർത്തനം വായിക്കുമ്പോൾ, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് എന്നെ നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ നടത്തേണ്ടത്, ആ സങ്കീർത്തനക്കാർ എഴുതുമ്പോൾ അതിനകത്ത് ഒരു പദം ഇങ്ങനെയാ, നിന്റെ നല്ല ആത്മാവ്, ആമേൻ നിന്റെ നല്ല ആത്മാവ്, സ്തോത്രം, യുവർ സ്പിരിറ്റ് ഈസ് ഗുഡ്, മേ ലീഡ് മീ, എന്നെ ഇത് നയിക്കണം, നടത്തണം. ഏത്? നല്ല ആത്മാവ്. ആമേ പന്ന ആത്മാവല്ല, പഴയ ആത്മാക്കളുണ്ട്. ആമേ നമുക്ക് പല ആത്മാക്കളെ കുറിച്ച് അറിയാം. ആ ആത്മാവില്ല, പരിശുദ്ധ ആത്മാവ് നമ്മളെ നേർനിലത്തിൽ നടത്തുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആമേ പ്രിയ ദൈവത്തിന്റെ ജനമേ, ആമേ നമ്മളെ ഈ കാലഘട്ടത്തിൽ നയിക്കേണ്ടത്, ഈ കാലഘട്ടത്തിൽ നമ്മളെ നടത്തേണ്ടത് പരിശുദ്ധ ആത്മാവ് അത്രയാകേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേ സ്തോത്രം നമ്മളെ നയിക്കുന്നത് ആമേ പരിശുദ്ധ ആത്മാവാണ്. എന്തുകൊണ്ടാ? ആമേൻ. നമ്മൾ ശരിക്കും നമ്മളാൽ നയിക്കപ്പെടാൻ നമ്മൾ യോഗ്യരല്ല. ആമേൻ. വി ആർ നോട്ട് ക്വാളിഫൈഡ് ടു ഗൈഡ് അവർ സെൽഫ്. നമ്മൾ ഒരിക്കലും നമ്മളാൽ നയിക്കപ്പെടാൻ യോഗ്യരല്ല. നമ്മളാൽ നയിക്കപ്പെടാൻ യോഗ്യരായാൽ ആമേൻ നമ്മൾ പരാജയപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് സ്വയമായി നമ്മളെ നയിക്കാൻ കഴിയത്തില്ല. ആമേൻ. ഒരു നമ്മളെ നയിക്കാൻ ഒരാൾ വേണം. അത് നമുക്ക് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം, അവർ ഫ്ലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ഫ്ലൈറ്റിന് അതിൻ്റെതായിട്ടുള്ള എയർ പാതകളുണ്ട്. സ്തോത്രം. ആ പാതയിലൂടെ മാത്രമേ അതിന് പോകാൻ കഴിയത്തുള്ളൂ. ഒരു ട്രെയിൻ പോയാൽ ആ ട്രെയിനൊരു പാതയുണ്ട്, ആ പാതയിലൂടെ പോയാലേ ആ സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. അതിന് വേണ്ടതായ സിഗ്നൽ കൊടുക്കുന്നത്, ഗൈഡൻസ് കൊടുക്കുന്നത്, അതിന് അത് ഓടിക്കുന്ന വ്യക്തിക്ക് സിഗ്നൽസ് ലഭിക്കാറുണ്ട്. സിഗ്നലിന് വിപരീതമായി പോയാൽ പരാജയവും അതുപോലെ അപകടവും സംഭവിക്കാം. അതുകൊണ്ട് അതിനൊരു ഗൈഡ് വേണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വേണ്ടതായ സമയത്ത് വാണിംഗ് തരാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. വേണ്ടതായ സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. അപകടം മുന്നേ കാണുമ്പോൾ, മോനെ ഈ പോകുന്നത് അപകടമാണെന്ന് നമ്മുടെ ഹൃദയത്തിലെത്തി വിസ്പർ ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മളുണ്ട്. ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ ഒറ്റ കാര്യം നമ്മൾ നടക്കണം, നമ്മൾ പരിശുദ്ധാത്മാവിന് വിധേയരായി മാറണം. പരിശുദ്ധാത്മാവിന്റെ അധീനതയിൽ നാം ജീവിപ്പാനിടയായി തീരണം. പരിശുദ്ധാത്മാവിന്റെ അധീനതയിലായെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. സകല നിയന്ത്രണവും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം. നമ്മൾ സഭായോഗം തുടങ്ങുമ്പോഴും നമ്മൾ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ പറയും, സകലവും പരിശുദ്ധാത്മാവെ നീ നിയന്ത്രിക്കണമെന്നാണ് പറയുന്നത്. സ്തോത്രം. അവിടെ ജഡം ഉയരരുത്, അവിടെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാകണം നമ്മൾ നടക്കേണ്ടത്. ഒരു കുതിരയ്ക്ക് അതിന്റെ ചമയമുള്ളത്
എന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചമയം നമ്മുടെ മേലുണ്ട്. അത് പരിശുദ്ധാത്മ നിറവി നിൽക്കുന്നവർക്ക് അത് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അത് അനുഭവിക്കുന്നവർക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല. സ്തോത്രം. നമുക്ക് നമ്മളെ തന്നെ സ്തോത്രം ഗൈഡ് ചെയ്യാൻ കഴിയത്തില്ല. വി ആർ നോട്ട് കേപ്പബിൾ ടു ഗൈഡ് അവർസെൽഫ്. നമ്മളെ തന്നെ നമുക്ക് ഗൈഡ് ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരല്ല. പലയിടത്തും നമ്മൾ അങ്ങനെ പോയാൽ വി ആർ ഗോയിങ് ഇൻ ടു ഡിസ്ട്രാക്ഷൻ. നമ്മൾ പരാജയപ്പെട്ടു പോകും, നമ്മൾ തകർന്നു പോകും. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം, ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വാക്യം കൂടി, യഹോവേ മനുഷ്യന് തൻ്റെ വഴിയും നടക്കുന്നവൻ തൻ്റെ കാലടികളുടെ നേരെ ആക്കുന്നതും സ്വാധീനമല്ല എന്ന് ഞാൻ അറിയുന്നു. യഹോവേ മനുഷ്യന് തൻ്റെ വഴിയും നടക്കുന്നവന് തൻ്റെ കാലടികളെ നേരെയാക്കുന്നതും സ്വാധീനമല്ല എന്ന് ഞാൻ അറിയുന്നു. നോക്കിക്കേ, പ്രവാചകന്റെ പുസ്തകത്തിലൂടെ വിളിച്ചു പറയുന്നത് മനുഷ്യന് തൻ്റെ വഴിയെ നടക്കുന്ന തൻ്റെ കാലടികൾ നേരെയാക്കുന്നതും സ്വാധീനമാകത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ നമുക്ക് ആത്മീയ ജീവിതം നയിക്കാൻ കഴിയത്തില്ല, അതിന് സ്വാധിക്കത്തില്ല എന്ന് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ആത്മീയ ജീവിതം നയിക്കണമെങ്കിൽ സ്തോത്രം നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണമൊത്ത പോലെ വചനം നമ്മളോട് എന്ത് പറയുന്നോ അപ്രകാരമായിരിക്കണം നമ്മൾ നടക്കേണ്ടത്. ഗലാത്യ സഭയ്ക്ക് ആദ്യഘട്ടത്തിൽ പരാജയം പറ്റുന്നത് എവിടെയാ? അവർ ആത്മാവിനെ അനുസരിച്ച് നടന്ന ഒരു കാലഘട്ടമുണ്ട്. എത്ര വേഗത്തിൽ മറ്റൊരു ഉപദേശം വന്നപ്പോൾ അവർ ആത്മാവിൻ്റെ അനുസരണത്തിൽ നിന്ന് മാറാനിട. അതുകൊണ്ടാണ് പൗലോസ് ഇത്ര ശക്തമായി ലേഖനം എഴുതി അവരോട് വീണ്ടും വീണ്ടും താക്കീതോടെ പറയുന്നത്. നിങ്ങൾ നന്നായി ഓടിയിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. സ്തോത്രം. ഇതൊക്കെ പറഞ്ഞിട്ട് പൗലോസ് പിന്നെ എഴുതുന്നത് മടങ്ങി വരുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ആത്മാവിൽ ജീവിക്കുക, ആത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പൗലോസ് എടുത്ത് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആത്മാവിനെ അനുസരിച്ച് നടക്കാനുള്ള കൃപ നാം പ്രാപിക്കണം. നമ്മുടെ നിയന്ത്രണം ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിലാണെങ്കിൽ സകലവും പരിശുദ്ധാത്മാവ് ചന്തമായി നമുക്ക് ചെയ്തു തരുവാനിടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വീണ്ടും അത് പറയുക, നമ്മളെ നയിക്കുന്നത് ലോകമാകരുത്, നമ്മളെ നയിക്കുന്നത് ജഡമാകരുത്, നമ്മളെ നയിക്കുന്നത് പൈശാചിക മേഖലയാകരുത്, നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാകണം. ഹല്ലേലൂയ. അത് അന്യഭാഷയിൽ മാത്രം ഒതുങ്ങരുത്. നമ്മൾ പോകുന്ന ഇടത്ത്, നമ്മൾ ആയിരിക്കുന്ന ഇടത്ത്, നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ, ഭവനങ്ങളിനകത്ത്, സഭാഹോളിൽ വരുമ്പോൾ എവിടെ ആയിരുന്നാലും ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കണം നമ്മൾ നയിക്കപ്പെടേണ്ടത്. നമുക്ക് ഇതിനെല്ലാം സ്തോത്രം. നമുക്ക് ഉത്തമ ഉദാഹരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരസ്യ ശുശ്രൂഷയ്ക്ക് എഴുതുമ്പോൾ സ്നാനപ്പെട്ട് കരയിലേക്ക് വരുമ്പോൾ അവനെ പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞില്ല ഞാൻ പോകുന്നില്ലെന്നല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവനെ അവിടേക്ക് നയിക്കുമ്പോൾ മറ്റൊന്നും പറയാതെ ആത്മാവനെ നയിക്കുന്നെന്നുള്ള ഉത്തമ ബോധ്യത്തോട് യേശു കർത്താവ് സ്തോത്രം അതിന് കീഴ്പ്പെട്ടുകൊണ്ട് അവിടേക്ക് പോകുവാനിടയായി തീർന്നു. അപ്പൊ പരിശുദ്ധാത്മാവാണ് യേശു കർത്താവിനെ നയിച്ചത്. യേശു കർത്താവ് അങ്ങനെ നമുക്കൊരു മാതൃകയായി നിന്നത് കൊണ്ട് ഞാൻ ഇന്ന് രാത്രികാലം വിളിച്ചു പറയാം, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാ നിയന്ത്രണത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾ പിശാചിനെ ജയിക്കും. ഹല്ലേലൂയ. അവന്റെ തന്ത്രങ്ങളെ ജയിക്കും. പൈശാചിക തന്ത്രങ്ങളെ തിരിച്ചറിയാനെ കൊണ്ട് ഏക മാർഗം പൈശാചിക മേഖല തിരിച്ചറിയാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാകുമ്പോഴേ അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ലോകത്തിന്റെ ആത്മാവിനെ അല്ല നാം പ്രാപിച്ചത്, ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല നാം പ്രാപിച്ചത്, നമ്മൾ ഭയത്തിന്റെ ആത്മാവിനെ അല്ല നാം പ്രാപിച്ചത്. നാം പ്രാപിച്ചത് പരിശുദ്ധ ആത്മാവിനെ നാം പ്രാപിച്ചെടുത്തത്. അപ്പൊ ലോകത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചു പോകുന്ന വ്യക്തി അവൻ ലോകത്തിൽ തകർന്നു പോകും. അവൻ തന്നെ പറയുന്നത് അവൻ ആശ്രയായി മാറും എന്ന് പറഞ്ഞ ഒന്നുമല്ലാതെ ആയി മാറുന്ന ഒരവസ്ഥയിലേക്ക് അവൻ പോകും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം സ്തോത്രം അവസാനിപ്പിക്കുമ്പോൾ എഴുതി വരുമ്പോൾ പറയുന്നത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. സ്തോത്രം. അപ്പൊ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം ആത്മാവിന്റെ വലിയൊരു നിയന്ത്രണം നമ്മൾ വരുമ്പോഴേ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു കൂട്ടമായി നമ്മൾ മുന്നോട്ട് പോകണം. ആമേൻ. അപ്പൊ ലോകത്തിന്റെ ആത്മാവിനെ നമുക്ക് എന്ത് ചെയ്യണം? ഡിഫെൻഡ് ചെയ്യാൻ കഴിയണം. ലോകം നമ്മളിലേക്ക് വരുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ മാനുഷിക ശക്തി കൊണ്ടോ മാനുഷിക ചിന്തകൾ കൊണ്ടോ കഴിയത്തില്ല. നമ്മുടെ അകത്തളത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാകുമ്പോൾ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മളോട്
പറയും. അത് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും, അത് ദർശനത്തിലൂടെ നമ്മളോട് സംസാരിക്കും, അത് സ്വപ്നങ്ങളിൽ നമ്മളോട് സംസാരിക്കും, അത് പ്രവചന ശബ്ദത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. അപ്പോൾ സംസാരിക്കുമ്പോൾ മാത്രമേ അതിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈ തലമുറയിൽ സ്തോത്രം ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കൂട്ടത്തെ സ്വർഗം അന്വേഷിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സ്തോത്ര ശ്രോതാക്കളോട് ഈ രാത്രി വിളിച്ചു പറയാൻ ഒരു ദൂതുള്ളത് ഇതേ ഉള്ളൂ. ഈ തലമുറയിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ആത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാകണം നമ്മുടെ ജീവിതത്തെ കൊടുക്കേണ്ടത്. നമ്മുടെ മാത്രമല്ല കുടുംബത്തെ കൊടുക്കണം. അതിനുവേണ്ടി ദൈവസന്നിധി നമ്മളെ തന്നെ ഒരുക്കുവാനിടയായി തരണം. ഈ ആത്മനിയന്ത്രണത്തിലാകുന്നവർക്ക് മാത്രമേ ജഡത്തിന്റെ സ്വഭാവത്തെ ഉപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ആത്മനിയന്ത്രണത്തിലുള്ളവർക്ക് മാത്രമേ ആത്മാവിന്റെ ഫലങ്ങളെ കൊടുക്കാൻ കഴിയത്തുള്ളൂ. ആത്മാവിന്റെ ഫലം നമ്മൾ ഫ്രൂട്ടേജ് നമ്മൾ വരണമെങ്കിൽ, ആത്മാവിന്റെ ഫലം നമ്മൾ പുറപ്പെടണമെന്നുണ്ടെങ്കിൽ ആത്മാവിന് അധീനരാകണം, ആത്മാവിന് വിധേയരാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. എന്തുകൊണ്ടാണ് ഒരു കാര്യം കാണുമ്പോൾ അത് തെറ്റാണെന്ന് നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്തൊരു ബോധ്യം വരാനുള്ള പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ഇത് തെറ്റാണെന്ന് പറയണമെങ്കിൽ നമ്മൾ അത് അധീനരായി മാറിയേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ആമേൻ, സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ, അത് ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുന്നത്? ആമേൻ. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്? വിശ്വാസിയെ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുമോ? പലർക്കും സംശയമുണ്ട്, വിശ്വാസിയെ പരിശുദ്ധാത്മാവാണോ ഗൈഡ് ചെയ്യുന്നതെന്ന്. പരിശുദ്ധാത്മാവ് പ്രിയരെ ഒരു ദൈവ പൈതലിനെ ഗൈഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ദൈവാത്മാവിൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്നത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കളെങ്കിൽ ദൈവാത്മാവാണ് ഒരു വിശ്വാസിയെ നയിക്കേണ്ടത്, ഗൈഡ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളെന്ന് അറിയപ്പെടാൻ തക്ക വേണം ദൈവം നമ്മുടെ മേൽ പകർന്നിട്ട്. എങ്ങനെ അറിയാൻ പറ്റും? ആത്മാവ് താനും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിടെ നിന്ന് സാക്ഷ്യം പറയുന്നെന്നാ പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അറ്റസ്റ്റ് ചെയ്യാണ് എന്ത്? നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ളത്. എങ്ങനെ ദൈവത്തിന്റെ മക്കളെന്ന് അറ്റസ്റ്റ് ചെയ്യുന്നത്? ആത്മാവിനാൽ വിധേയപ്പെട്ട പോകുമ്പോൾ, ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ, ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുകയാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന്. അപ്പോൾ നമുക്ക് ആ ഒരു ധൈര്യം ഉറപ്പും നമ്മൾ പ്രാപിച്ചവൻ അവൻ ലോകത്തിൽ പരാജയപ്പെടത്തില്ല. അവൻ ആത്മാവിൽ തന്നെ മുന്നേറും. അവൻ ഏത് ഘട്ടത്തിലും അവന് ധൈര്യത്തോടെ പറയാം, എന്നെ നയിക്കുന്നത് ഈ ലോകത്തിന്റെ സ്പിരിറ്റ് അല്ല. ഇറ്റ്സ് നോട്ട് ദ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ്, ഇറ്റ്സ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ വൺ ഹു ഗൈഡിങ് മീ. എന്നെ നടത്തുന്നത്, എന്നെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറയാനുള്ള കൃപ ഒരു വിശ്വാസിയുടെ മേൽ ദൈവം പകരും. ഹല്ലേലൂയ. അത് സ്തോത്രം. ഹല്ലേലൂയ. പഴയ നിയമത്തിനകത്ത് പറയുന്നതും ഇങ്ങനെ തന്നെ. യെശയ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ഫറവോന്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും മിസ്രയീമിന്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും എൻ്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രയീമിലേക്ക് പോകുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവയുടെ അരുളപ്പാട്. നോക്കിക്കേ, പാമൻ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പ്രവാചക ശബ്ദം വിളിച്ചു പറയുക, പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ഫറവോന്റെ സംരക്ഷണം തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിന് മിസ്രയീമിന്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിന് എൻ്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രയീമിലേക്ക് പോകുകയും ചെയ്യുന്ന മത്സരമുള്ളവർക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞാൽ, ദൈവത്തോട് പാപത്തോട് പാപം കൂട്ട, ദൈവത്തോട് ആലോചന ചോദിക്കാതെ പോയാൽ, പരിശുദ്ധാത്മാവിനെ കൂടാതെ സഖ്യത കൂടാൻ പോയാൽ, ലോകത്തിന്റെ നമുക്കറിയാം മിസ്രയീം എന്ന് പറയുന്നത് ലോകത്തെ കാണിക്കുക, അവിടേക്ക് പോകുന്നവർക്ക് അയ്യോ കഷ്ടം എന്നാ പറയുന്നത്. അവർക്ക് കഷ്ടം വരുമെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് എവിടെ സഞ്ചരിക്കണമെങ്കിലും നമുക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് വേണം. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, ഞാൻ ഇങ്ങനെ പോകണമോ? ഞാൻ എങ്ങനെയാണ് പോകേണ്ടത്? ഇന്ന് പകൽക്കാലം ഞാൻ പോകുന്നിടത്ത് നിന്റെ ആത്മാവ് എന്നെ നീർനിലത്തിൽ എന്ന പോലെ നടത്തണേ. എനിക്ക് എങ്ങനെ സഞ്ചരിക്കണം? എനിക്ക് എങ്ങനെ വർത്താനം പറയണം? എനിക്ക് എങ്ങനെ മറ്റുള്ളവരോട് പ്രതികരിക്കണം എന്ന് പറയാനൊക്കെ ഉള്ള പരിശുദ്ധാത്മാവ് നമുക്ക്. അതുകൊണ്ട് പാപം ചെയ്യുന്നത് പാപം കൂട്ടാൻ വേണ്ടി ദൈവത്തോട് ആലോചന ചോദിക്കാതെ പോകരുത്. അതുപോലെ സ്തോത്രം, മറ്റുള്ളവരുടെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യരുത്. ആത്മാവ് പറയും, മോനെ ഈ വഴിക്കൂടെ പോ, ഇവരോട് സഖ്യത കൂടെ എന്ന് പറയാത്തിടത്തോളം കാലം നമ്മൾ അതിന് തടയിട്ട് നമ്മൾ അവിടെ നിൽക്കാനിടയാകണം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട്
ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കണം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിന് മറ്റുള്ളവരിലേക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? മറ്റുള്ളവരെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോഴത്തെ ഈ ലോകത്തിൻ്റെ അധിപതി സ്തോത്രം മനുഷ്യരുടെ എന്ത് ചെയ്തു? അവരുടെ ഹൃദയങ്ങളുടെ എന്ത് ചെയ്തു? ഇരുട്ടാക്കി മാറ്റി. അപ്പോൾ ഇരുട്ടായിരിക്കുന്നവർക്ക് കാണാൻ കഴിയത്തില്ല, ഇരുട്ടായിരിക്കുന്നവർക്ക് ഇത് ഗൈഡ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ക്രിസ്തുവിലായ ദൈവപൈതലിന്റെ ഹൃദയം ഇരുട്ടിലല്ല നിൽക്കുന്നത്, സ്തോത്രം, അത് വെളിച്ചത്തിൽ വസിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിൽ വസിക്കുമ്പോൾ സ്തോത്രം, നമ്മൾ ഇരുട്ടിൽ തപ്പുന്നവരല്ല, നമ്മൾ ധൈര്യത്തോടെ ജയത്തോടെ നടക്കുന്നവരായി മാറും. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളെ സ്തോത്രം ഗൈഡ് ചെയ്യുന്ന ചില മേഖലകളെ പറഞ്ഞ് വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയിൽ സത്യത്തിലേക്ക് അവനെ നടത്താനിടയാകും. ഞാൻ അതിനൊന്നും ഇലാബറേറ്റ് ചെയ്യാൻ നമ്മുടെ മുന്നിൽ സമയമില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ സത്യത്തിൽ നമ്മളെ വഴി നടത്തും. അതുപോലെ പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങളെ ആരായാൻ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന അല്ലെ അതിലേക്ക് നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ്. നാം ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്. സ്തോത്രം, ദൈവത്തിൽ നിന്നുള്ള അറിവാനല്ല ആത്മാവിനെ അത്രയും നാം പ്രാപിച്ചത്. അപ്പൊ ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങളെ അറിയാൻ നാം പ്രാപിച്ച ആത്മാവിന് സാധിക്കും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് സ്തോത്രം, ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങളെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ. എവിടേക്ക് നമ്മൾ പോകണമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. നോക്കിക്കേ, പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിനകത്ത് പൗലോസ് ആസിയയിലേക്ക് പോകുകയാണ്. പരിശുദ്ധാത്മാവിനെ വിലക്കി. അവൻ അവിടെ കൂടെ പോയി ബിഥൂന്യയിലൂടെ മൂസയിലേക്ക് കടക്കാൻ ശ്രമിച്ചു. അവിടെ യേശുവിന്റെ ആത്മാവിനെ വിലക്കി. നമ്മൾ അന്നേ പറയും നമ്മൾ പോകുമെന്ന് പറയും, എന്നാൽ പരിശുദ്ധാത്മാവ് വിലക്കിയപ്പോൾ അവൻ പോയില്ല. അതുകൊണ്ട് മക്കദോന്യ വിളി അവിടെ വെളിപ്പെട്ടു. ഞാൻ പറയാം, ആത്മാവിൽ നയിക്കപ്പെടുന്നവനെ ആത്മാവ് ചിലത് വിലക്കിയാൽ ദൈവം അവന് വേണ്ടി പുതിയ വഴികൾ തുറന്നു വെച്ചിട്ടുണ്ടെന്ന് നാം വിശ്വസിക്കണം. അത് ആത്മാവിൽ നിയന്ത്രിക്കുന്നവർക്ക് മാത്രമേ അത് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറഞ്ഞു, സ്തോത്രം, ആരോട് പറഞ്ഞു? ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. തേരിനോട് ചേർന്ന് നടന്നപ്പോഴാണ് ഷണ്ണനെ സ്നാനപ്പെടുത്താനിടയായത്. അത് കഴിഞ്ഞ് ആത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയി അസ്തോദിൽ പോകാനിടയായി തീർന്നു. നമ്മുടെ ഏത് ഭാഗത്തും പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണം. സ്തോത്രം. അതുകൊണ്ട് ഏത് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ, നമ്മുടെ ഏത് സിർക്കംസ്റ്റാൻസ്, ഏത് പ്രതികൂലത്തിന്റെ അവസ്ഥയിലും ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് ദൈവം നമ്മളെ നയിപ്പാനിടയായി തീരും. ഏത് പ്രതിസന്ധികളുടെ നടുവിലും സ്തോത്രം, പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനിപ്പോൾ സ്തോത്രം, ഞാനിതാ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്ക് കാത്തിരിക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ല. അതെ, എവിടെ എനിക്ക് നേരിടണമെന്ന് ഞാൻ അറിയുന്നില്ല, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. അപ്പൊ പൗലോസിന് അറിയാം കഷ്ടങ്ങൾ വരുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ പൗലോസ് എത്ര കഷ്ടങ്ങൾ വരുന്ന അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം പൗലോസിന് അറിയാം, സ്തോത്രം, വിളിച്ചവൻ വിശ്വസ്തനാന്ന് പൗലോസിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ തലമുറയിൽ കർത്താവിന്റെ വചനത്തിനൊത്തവണ്ണം ജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് തന്നെ നമ്മളെ തന്നെ ഒരുക്കാം. ആത്മാവ് നമ്മളെ വഴി നടത്തുന്നില്ലെങ്കിൽ നാം പോകരുത്. ആത്മാവിൽ തന്നെ നമ്മൾ നയിക്കപ്പെടുവാൻ ഇടയാകണം. സ്തോത്രം, പൗലോസിന്റെ ജീവിതത്തിനകത്ത് ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ സ്തോത്രം, ദൈവാത്മാവിൽ നടക്കുന്നവരല്ല ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ആത്മാവിനാൽ നയിക്കപ്പെടുക. ഈ തലമുറയിൽ അതിനുവേണ്ടി ഒരുക്കപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ഈ തലമുറയിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ പോകുന്നയിടത്ത് നമുക്ക് ശക്തി പകർന്ന് നമ്മളെ മുന്നോട്ട് നടത്തും. ദൈവം പറയാത്ത, ആത്മാവ് പറയാത്ത ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടരുത്. ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ പരിശുദ്ധ ആത്മാവ് നമുക്ക് എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതനായ ഒരു കർത്താവിന്റെ ദാസൻ എഴുതിയ ഒരു പാട്ടുണ്ട്. സ്തോത്രം, ആ പാട്ട് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. സ്തോത്രം, മാർക്കസ് മോറിസ് വെൽസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ 1858 ഹോളി സ്പിരിറ്റ് ഫെയ്ത്ത്ഫുൾ ഗൈഡ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതമായ ഒരു ഗാനം എഴുതിയിട്ടുണ്ട്. ആ ഗാനം നമ്മൾ ഒന്നിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി ഒന്ന് രണ്ട് വാക്ക് പ്രാർത്ഥനാ വിഷയമുണ്ട്, പ്രാർത്ഥനയും വിഷയം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിന്റെ മലയാളം തർജ്ജമ ഇങ്ങനെയാണ്, ആത്മാവാം വഴി കാട്ടി എന്നുള്ള പാട്ട് നമുക്ക് ഒന്നിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഉള്ളം താളർന്നേറ്റവും ആശയാറ്റ നേരവും ക്രൂശിൽ രക്തം കാണിച്ചു ആശ്വാസം നൽകിയിടുന്നു.
ശല്യം ഒന്നുമേ പേടിക്കേണ്ട എങ്ങുമേ ശത്രു ശല്യം ഒന്നുമേ പേടിക്കേണ്ട എങ്ങുമേ ആത്മാവാ വഴി കാട്ടി എന്നെ സാദാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പിൻ തന്നിൻപമൊഴി കേൾപ്പിൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ കർത്താവ് നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മുന്നിൽ 2 പ്രാർത്ഥനാ വിഷയമുണ്ട്. മല്ലപ്പള്ളി വെള്ളയിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ സഭാംഗമായ ബ്രദർ ജിജി സി വർഗീസ് ഡയാലിസിസിന് വിധേയനായിരിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തിനായി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ പാസ്റ്റർ ജോസ് പാപ്പച്ചനും ഭാര്യ ഷീജ പാപ്പച്ചൻ 24/1/2023 അറസ്റ്റിലാവുകയും 8 മാസം ജയിലിൽ കഴിഞ്ഞ ശേഷം അവരെ വിട്ടയക്കുകയും ചെയ്തു. ഏകദേശം 30 കേസുകളുടെ വാദം കേൾക്കുന്നതിന് ശേഷം 18/1/25 നടന്ന വിചാരണയ്ക്കിടയിൽ അവർ കുറ്റക്കാരനെന്ന് കണ്ടെത്തി അന്തിമ വിധി 2020 ജനുവരി 22 പുറപ്പെടുവിക്കും. പാസ്റ്റർ ജോസ് ഉത്കണ്ഠയും സമ്മർദ്ദവും മൂലം ആശുപത്രിയിലായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കസ്റ്റഡിയിലെടുത്തു. അവരുടെ വിടുതലിന് വേണ്ടി സഭ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമുക്കൊന്നിച്ച് ഈ 2 വിഷയങ്ങൾക്കായി പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട സെഷനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അവിടുന്ന് കർത്താവേ നിന്റെ ദാസനിൽ കൂടെ കേൾപ്പിച്ച നല്ല ദൂതുകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ അന്ത്യനാളുകളിൽ ആത്മാവിനെ അനുസരിച്ചു നടപ്പാൻ ആമേൻ ഹല്ലേലൂയ ഞങ്ങൾ ആരും ജഡത്തിൽ അവസാനിക്കാതെ കർത്താവെ ആത്മാവിൽ അനുസരിച്ച് ആത്മാവിൽ നടപ്പാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ലക്ഷ്യം തെറ്റാതെ വണ്ണം ഓടുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ആമേൻ പരസ്യ ജീവിതത്തിലെ മാന്യതയെക്കാളും ആമേൻ ഹല്ലേലൂയ ഞങ്ങളുടെ രഹസ്യ ജീവിതത്തിലെ നിർമ്മലത കാത്തു സൂക്ഷിക്കുവാൻ കർത്താവേ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദേവദാസൻ ഓർപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ തിരുക്കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. പ്രത്യേക ഡയാലിസിസിന് വിധേയനായിരിക്കുന്ന ബ്രദർ ജിജി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പൂർണ്ണമായ ഒരു സൗഖ്യം അവിടുന്ന് അയക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കിടക്ക മാറ്റി വിരിച്ച് ആമേൻ അവിടുന്ന് കരത്തെ പിടിച്ച് ആമേൻ ഹല്ലേലൂയ ബലപ്പെടുത്തി എഴുന്നേൽപ്പിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ ഹല്ലേലൂയ. അതുപോലെ പാസ്റ്റർ ജോസ് പാപ്പച്ചനെയും കുടുംബത്തെയും ഞങ്ങൾ ഈ തരുണത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വല്ലാത്ത പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആമേൻ കുടുംബത്തെ ഞങ്ങൾ ആമേൻ ഹല്ലേലൂയ ഈ അവസരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ അവിടുന്ന് കർത്താവേ അടഞ്ഞിരിക്കുന്ന എല്ലാ വാതിലുകളെയും തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. എഴുതിയിരിക്കുന്ന ആമേൻ എല്ലാ രേഖകളെയും മാറ്റി എഴുതുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിടിവിപ്പാൻ അങ്ങ് ശക്തനാണ്. ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ദൈവദാസനെ ആമേൻ ഞങ്ങൾ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിന്റെ കരം നീട്ടണം,
ആത്മാവിൽ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. Jesus, ഹല്ലേലൂയ. hallelujah. ദാസിയെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. പ്രത്യേകാൽ ആമേൻ ലോകമെമ്പാടും ആമേൻ ഞങ്ങളെ ഈ ലൈവ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും തിരുക്കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലൈവ് ഏവർക്കും ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജഡം ഉയരുവാനല്ല, ആമേൻ, അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടേണ്ടതിന് ഈ വീഡിയോ കർത്താവെ കാണുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ തിരുക്കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന യാചകങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. സകല ഞങ്ങൾക്കായി ജീവൻ വെച്ച ക്രിസ്തയേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ദയ തോന്നി കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്.